ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ, വെള്ളത്തിലെ കുമിളകൾ പോലെയുള്ളൂ അത്രേ നമ്മുടെ ഈ ആയുസ്സേ. അനന്തമായ കാലത്തിൽ നമ്മുടെ 100 വയസ്സ് എത്രയുണ്ട്? ഒരു കുമിളുണ്ടായി പൊട്ടണ പോലെയുള്ളൂ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചു, പിന്നെയും മരിച്ചു, ഉദകപ്പോള പോലെ. ജനനാന്ത്യേ, ജനത്തിൻ്റെ അവസാനം മരണ. ആ മരണസമയത്തും നിത്യഗതി, നിത്യവസ്തുവായ പരമാത്മാവിനെ അറിയാതെ ആ വഴിക്ക് പ്രയത്നിക്കാതെ വീണ്ടും ഈ ശരീരാഭിമാനത്തോടുകൂടി ജീവിച്ച് മരിച്ചു പോവുക. ജനനാന്ത്യേന നിത്യഗതി. അവസാനം നിത്യഗതി കിട്ടണമെങ്കിൽ, പരമാത്മപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ത്വൽഭക്തിവർദ്ധനമുദിക്കേണം എന്മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. എന്താ ആ ഹരിനാമകീർത്തനത്തിലൊക്കെ പറഞ്ഞു വെച്ചേക്കണത്? ഈ ദേഹം ജഡവും നശ്വരവുമാണ്. ഈ ദേഹത്തിലുള്ളതായ ആസക്തിയാണ് വിഷയാസക്തിക്ക് കാരണം. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒന്നിനെയും വിടേണ്ട ആവശ്യമില്ല. ഈ ദേഹത്തിലുള്ള ആസക്തി ഇവിടെ വേണ്ടു എന്ന് മനസ്സിലാക്കി ഈ ദേഹത്തിൻ്റെ നശ്വരതയും ഈ ദേഹത്തിൻ്റെ തനി സ്വഭാവം, എല്ലും മാംസവും മജ്ജയും മലവും മൂത്രമൊക്കെ കൊണ്ട് നിറച്ചൊരു പേടകമാണിത്. ഇതിനെ വിചാരം ചെയ്യണം അത്രയും. അങ്ങനെ അതിൽ അറപ്പും വെറുപ്പും ഉളവാവണം. ആധ്യാത്മിക ശാസ്ത്രങ്ങളെ അധ്യാത്മയോഗേന വിവിക്ത സേവയ, അധ്യാത്മശാസ്ത്രങ്ങൾ നിഷ്ഠയോടുകൂടി ഗുരുജനങ്ങളിൽ നിന്ന് പഠിക്കുക. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുക. ഗുരുജനങ്ങളിലും ശാസ്ത്രങ്ങളിലും ശ്രദ്ധയോടുകൂടി അവർ പറഞ്ഞു തരുന്ന സാധനാനുഷ്ഠാനങ്ങൾ പിന്തുടർന്ന് അനുഷ്ഠിക്കുക. ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക. സർവചരാചരങ്ങളിലും എന്നെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് ക്രമത്തിൽ ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായ മനസ്സ് യോഗേന, ധ്യാനത്തിലൂടെ എന്നിൽ ചേരും. അങ്ങനെ ആ മനസ്സ് എന്നിൽ ചേർന്ന് എൻ്റെ സ്വരൂപം കൈവരിച്ചാൽ അവൻ മുക്തനായി, ധന്യനായി, ശാശ്വത ശാന്തിയായി.